termed as Karnataka Sangeetam. Communication in old age. നമുക്കറിയാം, നാട്ടില് വലിയ വീടുകൾ കാണും. അവിടെ ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും ഒരു പൂച്ചയും ഒരു പട്ടി ഒരു ജോലിക്കാരി കാണും. മിക്കവാറും അപ്പച്ചനും അമ്മച്ചിയും ഭക്ഷണം കഴിഞ്ഞ് തിണ്ണയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ചെവി കേൾക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ അപ്പച്ചനും അമ്മച്ചിയും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പച്ചന് ശകലം കേൾവിക്കുറവ്. അമ്മച്ചി അപ്പച്ചനോട്, തയ്യയുടെ ചോട്ടിൽ ഇച്ചിരി വളം മേടിച്ചിടണം, തയ്യയുടെ ചോട്ടിൽ ഇച്ചിരി വളം മേടിച്ചിടണം. അപ്പച്ചൻ, എന്നാ തരാമെന്ന? അമ്മച്ചി, തയ്യയുടെ ചോട്ടിൽ ഇച്ചിരി വളം മേടിച്ചിടണം, തെങ്ങുവളം. അപ്പച്ചൻ, എന്നാ തരാമെന്ന? കൊടയോ? അമ്മച്ചി, കൊട അല്ല വടി. I asked an old man, even after 60 years of being married, how can you still call your wife honey, darling, and sweetheart? He replied, well, I forgot her name 10 years ago, and I'm scared to ask her. Communication in driving class. What is the ABC of driving? Yes, accelerator, brake and clutch. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ എന്റെ ഇൻസ്ട്രക്ടർ ഒരു ശ്രീലങ്കനായി. പുള്ളി എന്നോട് സ്ഥിരം പറയും, സ്റ്റിയറിംഗ് ബാലൻസ് നോ ഗുഡ്. അങ്ങനെ എല്ലാം പഠിച്ച് ഞാൻ ടെസ്റ്റ് വരെ. അപ്പോൾ പോലീസ് എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഞാനിത് പഠിച്ചിട്ടല്ലോ, എന്താണ് ചെയ്യുന്നത്? പക്ഷെ എനിക്ക് ഏകദേശം ഒന്നും മനസ്സിലായി. ഞാൻ പാർക്ക് ചെയ്യും. അറബിക്കിൽ പാ എന്ന അക്ഷരം ഇല്ല, ഓൺലി പാ. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായി. ഇനിയാണ് അടുത്ത കടമ്പ. നമ്മുടെ വലത്ത് ഭാഗത്ത് ഒരു പുതിയ ഇൻസ്ട്രക്ടർ ഇരിക്കും. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ചേട്ടന് നമ്മൾ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നീ എന്തായി കാണിക്കുന്നത്? നീ ഇൻഡിക്കേറ്റർ ഇട, നീ ഇത്രയും സ്പീഡിൽ ആരെ കൊല്ലാൻ പോകുക? അങ്ങനെ പോകുന്നു നമ്മുടെ ചേട്ടന്റെ മൊഴികൾ. എന്തായാലും ഇപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്ത് എന്റെ ഡ്രൈവിംഗ് അങ്ങ് ഇംപ്രൂവ് ചെയ്തു. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാത്തവരായിട്ട് ഇവിടെ ആരും കാണത്തില്ല. നമ്മുടെ അമ്മായി നമ്മളോട് പല ഇൻസ്ട്രക്ഷൻസ് പറയും. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ്, ടേക്ക് എ യു ടേൺ, അങ്ങനെ പലതും. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മൾ അവസാനം ചെന്നെത്തേണ്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ അമ്മായി പറയുന്നു, യു ഹാവ് അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. അടുത്തിടെ ഞങ്ങൾ റമദാൻ സിഗ്നലിൽ ലെഫ്റ്റ് ട്രാക്കിൽ ലെഫ്റ്റിലോട്ട് തിരിയാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അമ്മായി പറഞ്ഞു, ഗോ സ്ട്രേറ്റ്, ടേക്ക് എ യു ടേൺ, ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് എന്നല്ല. നാട്ടിൽ ഞാനും മകളും ചങ്ങനാശ്ശേരിയിൽ താമസിക്കുമ്പോൾ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു. പുള്ളിക്ക് വഴി അറിയത്തില്ലായിരുന്നു. അതിനാൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് വന്നത്. നമുക്കറിയാം, അമ്മായി നമ്മളെ നേരെയുള്ള വഴിയൊന്നും കൊണ്ടുപോകത്തില്ല. ഉള്ള കുറുക്ക് വഴി മുഴുവൻ നമ്മളായിട്ട് കറക്കും. അപ്പൊ പുള്ളി വന്നത് ഒരു നാരോ വഴിയിൽ കൂടെയാണ്. 2 സൈഡിലും മതില്. പുതിയ കാറ് എടുത്തുകൊണ്ടാണ് വന്നത്. ആ കാറിന്റെ 2 സൈഡും അങ്ങ് ഒരേ. ഞങ്ങൾ ഒരിക്കൽ പൊന്മുടിയിൽ പോയപ്പോൾ ഒരു റോഡ് കുറുകെ മുറിച്ചെടുത്ത് കൊണ്ട് നിർത്തി. പിന്നെ ഒരു 2 കിലോമീറ്ററോളം റിവേഴ്സ് എടുത്താണ് മെയിൻ റോഡിൽ ചെന്നത്. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് അങ്ങോട്ട് പോയപ്പോൾ അമ്മായി പറഞ്ഞു, ടേൺ ലെഫ്റ്റ്. അപ്പൊ ഞങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. അപ്പോൾ നേരെ ഒരു മരം, വലത്ത് സൈഡിൽ ഒരു തടി ബ്രിഡ്ജ്, ഒരു ചെങ്കുത്തായ ഒരു കനാൽ. പിന്നെ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. നമുക്കറിയാം, നാട്ടില് ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ സമയത്ത് ഓരോരുത്തര് രാത്രിയിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു പോകും. അങ്ങനെ പലരും വെള്ളത്തിൽ വീഴുകയും പലരും മരണപ്പെട്ട് പോവുകയും ചെയ്ത കഥയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട്
ഗൂഗിൾ അമ്മയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. This is a picture. Google Maps leads 3 men to death as car plunges from incomplete bridge into river in Bareilly, UP. Chrysostom Tirumeni, he was a metropolitan with a golden tongue. ഒരിക്കൽ തിരുമേനിയുടെ അടുക്കൽ ഒരു സ്ത്രീ കയറി വന്ന് തന്റെ മകനെ പറ്റി പരിഭവം പറഞ്ഞു. തിരുമേനി, അവന് സ്വർഗത്തിലും നരകത്തിലും ഒന്നും വിശ്വാസമില്ല. തിരുമേനി അവനെ ഒന്ന് ഉപദേശിക്കണം. തിരുമേനി അവനോട് പറഞ്ഞു, നിങ്ങൾ അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്, കുറഞ്ഞ പക്ഷം നരകമുണ്ടെന്നെങ്കിലും അവന് വിശ്വാസമില്ല. Communication with God. Our primary mode of communication with God is through prayer. To fully understand God's communication with us, we must read, study, memorize, and meditate on His Word. What is the power of prayer? Philippians 4:6 says like this: do not be anxious about anything, but in everything, by prayer and supplication with thanksgiving, let your requests be made known to God. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. I can see 4 doors open in front of me. Let me depart in peace. Thank you. Thank you, Anna.